സിനിമയിലേക്ക് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് മാഷിനെ? പട്ടി. ആദ്യമായിട്ട് സിനിമയിലേക്ക് കൈപിടിച്ച് കയറ്റിയ ആളിനെ പട്ടി എന്നാ വിളിക്കുന്നത്? എന്റെ പട്ടി, അതായത് എന്റെ വളർത്തുക പിങ്കി. അതിനെനിക്ക് മറക്കാൻ പറ്റില്ല. അതാദ്യമായിട്ടാണ്. സാധാരണ ചില വ്യക്തികളാവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലാവാൻ പറയും. ഇതൊരു പട്ടി മാഷിന്റെ സിനിമയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് എനിക്ക് മനസ്സിലാകുന്നില്ല. അതൊരു കഥയാണ്. അതായത് എനിക്കൊരു വളർത്തുക ഉണ്ടായിരുന്നു വീട്ടില്, പിങ്കി എന്ന് പറഞ്ഞിട്ട്. പിങ്കി ഒരുപാട് അന്നത്തെ കോമഡി കാസറ്റ്സിലൊക്കെ അതിനൊക്കെ ഞാൻ കൊണ്ടുവരുന്നുണ്ട്. ദിലീപ്, നാദിർഷ, അബി, അശോകനൊക്കെ അഭിനയിക്കുന്ന ഒരു സ്കിറ്റില്, അതായത് സ്കിറ്റ് ആ സംഭവം ഒരു വാക്യൂം ക്ലീനറിന്റെ പരസ്യത്തിന് വേണ്ടിയിട്ട് ദിലീപും നാദിർഷയും കൂടെ ഒരു വീടിനകത്തേക്ക് കയറി വരികയാണ്. അപ്പോൾ വീടിന്റെ അകത്തേക്ക് കയറി വരുമ്പോൾ ഈ വീടിന്റെ അകത്ത് തന്നെ ഒരു മാവ് നിൽക്കും. ഈ മാവിന്റെ മുകളിൽ ഒരാൾ ഇരിക്കുക, താഴെ ഒരു പട്ടിയുണ്ട്. അപ്പൊ ആ പട്ടീനെ ഞാനാ കൊണ്ടുപോയി കൊടുത്തേക്കുന്നത്. ഈ പട്ടി പിങ്കി. അപ്പൊ ഇവര് കയറി വരുമ്പോ ചോദിക്കും, സാറിന്റെ പട്ടി കടിക്കുമോ? അപ്പൊ അങ്ങേര് പറയാം, എന്റെ പട്ടി കടിക്കൂല. ജോർജ് ഇരിക്കണം, നാദിർഷയുടെ കൂടെയുള്ള ജോർജ്. എന്റെ പട്ടി കടിക്കൂല. എന്നാ പാടാന്ന് പറഞ്ഞിട്ട് ഇവരകത്ത് കയറുമ്പോ ഈ പട്ടി ഇവനെ അണ്ടർവെയറിന്റെ പുറത്താണ് കയറ്റിരിക്കണേ. ഇവരെ ഓടിച്ചിട്ട് പിടിച്ച് മുകളിൽ കയറ്റും, ഓടിച്ച് കടിച്ച് മുകളിൽ കയറ്റും. അപ്പൊ അവര് പറയും, ചേട്ടൻ്റെ പട്ടി കടിക്കൂല എന്ന് പറഞ്ഞിട്ട്. എൻ്റെ പട്ടി കടിക്കൂല. അപ്പം ഈ പട്ടി ഏതാണ്? അത് ഈ വീട്ടിലെ പട്ടി. അപ്പം ചേട്ടനാ? ഞാനിവിടെ 3 ദിവസം മുമ്പ് ഈ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ മീറ്റർ റീഡിങ് എടുക്കാൻ വന്നതാണ്. മുകളിൽ കയറ്റിയിട്ട് 3 ദിവസം എന്ന് പറയുന്ന സ്കിറ്റിന് വേണ്ടിയിട്ടാണ് ഈ പട്ടിനെ കണ്ടുപോകണം. അപ്പം ആ കാസറ്റ് സിദ്ദിഖ് കണ്ടിട്ടാണ് ആ പട്ടി ആരുടെയെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞത് മച്ചാൻ്റെ പട്ടിയാണ്. അങ്ങനെയാണ് എനിക്ക് ഫോൺ പറഞ്ഞത്. ഹരിശ്രീയിൽ ഞങ്ങൾ റിഹേഴ്സൽ എടുത്തുകൊണ്ട് പോകുമ്പോൾ അശോകനെ ഫോൺ പറഞ്ഞത്. അശോകൻ പറഞ്ഞാൽ സിദ്ദിഖ് വിളിക്കുന്നുണ്ട്, മണപ്പാട്ടിപ്പറമ്പിൽ കാബൂളിവാല ഷൂട്ടിങ് കിടക്കുക. അപ്പോൾ ഞാൻ വേദന ആവേശത്തിന് സിദ്ദിഖ് ഞാനാ, അതോ എനിക്ക് ആ പട്ടിനൊന്നും വേണമല്ലോ, മച്ചാനാ പട്ടി. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം എന്നെ വേണ്ടേ? മച്ചാനും പോരെ. അങ്ങനെ ഞാനും പട്ടിയും കൂടെ ഒന്നിച്ച് കാബൂളിവാലയുടെ ഷൂട്ടിങ്ങിന് വേണ്ട പട്ടിനെ കൊണ്ട് പോകണം. അന്ന് ഇതേപോലെ പട്ടിയുടെ സീൻ എടുത്തില്ല. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ പട്ടിനെ കൊണ്ട് എന്താ ചെയ്യിക്കണമെന്നൊക്കെ ചോദിച്ചിട്ട് അസോസിയേറ്റ് ഡയറക്ടർ ചായാൻറ്റി എന്ന് പറഞ്ഞൊരാളുണ്ട്, അയാളെ പറഞ്ഞേൽപ്പിച്ച് ഒരു ദ്വാരത്തിൽ കൂടി ഇങ്ങനെ പട്ടി വരുന്നു. ആ ദ്വാരത്തിൽ കൂടിയായിട്ടാണ് ഇവർ മൂവരും അപ്പോൾ അന്ന് ഇതേപോലെ തന്നെ ഞാൻ ഷൂട്ടിംഗ് ഒക്കെ ഞാനില്ലായിരുന്നു. ഞാൻ പ്രോഗ്രാമിന് പോയി പട്ടിയുടെ സീനൊക്കെ എടുത്ത് പിറ്റേ ദിവസം ഞാൻ ഇതുപോലെ സർക്കസ് കാണാൻ വേണ്ടി ചെന്നേക്കും. അപ്പോൾ അന്ന് എനിക്കൊരു ചെറിയ സീൻ എഴുതി തന്നത്, ഒരു ബഫൂണിൻ്റെ സീൻ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ സർക്കസ് കാണാൻ വേണ്ടി ചെന്നപ്പോൾ സിദ്ദിഖ് വിളിച്ച് ചോദിച്ചു, കാശ് കിട്ടിയെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കറിയാൻ പാടില്ല പട്ടിനെ കൊണ്ടുപോയാൽ കാശ് കിട്ടുമെന്നോ. അവർ പറഞ്ഞ് പട്ടിനെ കൊണ്ടുപോയി. അപ്പോൾ എനിക്ക് പുള്ളിയുടെ കസിൻ ബ്രദർ ഒരു ലെറ്റർ എഴുതി തന്നു. പ്ലീസ് ഇഷ്യൂ 1000 rupees മിസ്റ്റർ വർഗീസ് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ ഡോഗ് എന്നിട്ട്. അപ്പോൾ സിദ്ദിഖ് വായിച്ചും പറഞ്ഞു, പ്ലീസ് ഇഷ്യൂ 1000 മിസ്റ്റർ വർഗീസ് ബ്രാക്കറ്റ് ഡോഗാ. പടച്ചോനെ പട്ടി വർഗീസായാണ് പേരും മാറ്റിയെന്ന്. പക്ഷേ അവിടെ വെച്ചാണ് എൻ്റെ മച്ചാൻ്റെ പ്രയോഗം തുടങ്ങുന്നത്. ഞാൻ എല്ലാവരും മച്ചാനെന്ന് വിളിക്കുമല്ലോ. പക്ഷെ അവിടെ നിന്നാണ് പട്ടിയുടെ ജൈത്രയാത്ര തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് മാന്നാർ മത്തായി സ്പീക്കിംഗ്. അതിനുവേണ്ടി പട്ടിയുടെ സീൻ, ആ ഓടിച്ചിരുന്ന സീൻ, അതെടുത്ത് കഴിഞ്ഞിട്ട് സിദ്ദിഖ് എന്നോട് പറഞ്ഞു, പടച്ചോനെ പട്ടിയുടെ സീൻ ഒറ്റ ടേക്കിലും ഓക്കെ, ആർട്ടിസ്റ്റുകൾ 10 പ്രാവശ്യം പറഞ്ഞു. അത്ര ബുദ്ധിയുള്ള പട്ടിയായിരുന്നു. അവിടെ സിനിമയിലെത്തിയ ആദ്യത്തെ കലാകാരനാണ് മാഷ്. ഹോളിവുഡിൽ പോലും ഉണ്ടാവില്ല, എങ്ങും കാണില്ല. അങ്ങനെ പിന്നെ എന്നെ കണ്ടുകൊണ്ടൊക്കെ ഒരു വേഷം ഇടാന്ന് പറയുന്നത്. നല്ല അടിയാണല്ലേ? ഞാൻ കണ്ടത് മറ്റേ മീശ മാധവൻ സിനിമയിൽ പോസ്റ്റർ മണ്ടയിലും. എനിക്ക് മീശ മാധവൻ മാസ്റ്റർ ഇഷ്ടപ്പെട്ട വേറൊരു കാര്യം, എന്റെ മീശയായിരുന്നു മാഷ്. അതല്ല, ഇതുപോലത്തെ മീശയായിരുന്നു അല്ലേ? നല്ല ഇല്ലില്ല, എന്നോട് ആ പടം കണ്ട പലരും ചോദിച്ചു. ആ സമയത്ത് നല്ല ഫിറ്റ് ആയിരുന്നു. അഭിനയിക്കണ്ടേ? ഒരിക്കലും ഞാനത് ചെയ്യാറില്ല. അഭിനയിക്കുന്ന സമയത്ത് ഞാനെന്നല്ല, ആരും അങ്ങനെ ചെയ്യാറില്ല. അഭിനയിക്കണ്ടേ, നമ്മൾ അഭിനയിച്ച് കാണിക്കണ്ടേ, അല്ലെ പിന്നെ റിയാലിറ്റി ആയി പോലെ. അതുമല്ല, ഈ കുടിച്ചുകൊണ്ട് അഭിനയിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഡയലോഗ്, പൊസിഷൻ, മൂവ്മെന്റ്സ്, എല്ലാ കാര്യങ്ങളും. അതെ, കുടിച്ചത് വെറുതെ. അപ്പൊ നമുക്ക് അന്ന് ടച്ചിങ്സ് അന്ന് ദൈവം കൊണ്ടുവന്ന ഒരു വയറായിരുന്നു. അത് ആരുടെ സജഷനാണ്? അത് അങ്ങനെ ആരുടെ സജഷൻ? അപ്പൊ എനിക്ക് തോന്നിയൊരു ബുദ്ധിയാണ്. അത് ഞാൻ ചെയ്തോട്ടെന്ന് ലാൽ ജോസിനോട് ചോദിച്ചു, ചെയ്തോളാൻ പറഞ്ഞു. അത് ഹിറ്റായി ചിരി കിട്ടും. അത് വേറെ ആരെങ്കിലും കണ്ടാട്ട പഠിച്ചാണോ, അതാ സുഹൃത്തുക്കളല്ലോ ഇങ്ങനെ കൊണ്ടാ? ഇല്ല, നമ്മുടെ മുമ്പിൽ തന്നെ നമ്മളെ മുതിർന്ന ആളുകൾ പിരിവിട്ട് സാധനം വാങ്ങിക്കും. ടച്ചിങ്സിന് പൈസ ഉണ്ടാവില്ല. ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള കക്ക് പേരൊക്കെ എടുത്തിട്ട് ഇങ്ങനെ മതിലയിൽ ചാലിച്ച് വെച്ചിട്ട് ഒഴിക്കാൻ പറയും. മതി എന്നിട്ട് ഒറ്റടിയാ
ഞാൻ വിചാരിച്ചു തോണ്ടി നാക്കത്ത് വെക്കാനാണെന്ന്. അവരൊറ്റ മണക്കലാണ്. അപ്പൊ അങ്ങനെയുള്ളത് വല്ലതും ചെയ്യാൻ നോക്കിയപ്പോ കിട്ടിയതാണ് ഒരു വയറ്. എനിക്ക് തോന്നുന്നു ഇത് സാധനമാണ് നല്ലല്ലേ. വളരെ സന്തോഷവാനാണല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. എന്താണ് കാരണം? കാരണം മാനസികമായിട്ട് ഇപ്പൊ ഒരുപാട് സുഖങ്ങളുണ്ട്. ഒന്നുമില്ലെങ്കിൽ ഇപ്പൊ എന്നോട് കഴിഞ്ഞിടക്ക് ചോദിച്ചു, ഓ അന്നത്തെ മച്ചാനല്ല ഇപ്പോഴത്തെ മച്ചാൻ. അന്നെന്ന് പറഞ്ഞാൽ നമുക്ക് പട്ടിണിക്കേടും ദാരിദ്ര്യമല്ല. ഇപ്പൊ നമുക്ക് അത്യാവശ്യം കയ്യിൽ ചില്ലറ നാട്ടിൽ അറിയപ്പെടുന്നു. അതൊക്കെ കേൾക്കുമ്പോ തന്നെ മാനസികമായൊരു സന്തോഷമുണ്ട്. പുതിയ വീടൊക്കെ വെച്ച് വീട് വെച്ച് 3 നില വെച്ച് 2 നിലയിൽ തീർന്നു. ഒരു നില ഇപ്പൊ ഒരു നില ഇല്ലാണ്ടിരിക്കും. ആ ഒരു നില കെട്ടാവുന്ന കാര്യമല്ലേ ഉള്ളൂ. അതിന്റെ അല്ല, ഈ 2 നില കെട്ടിക്കുന്നത് വീടിന്റെ പണി തീർന്നപ്പോ ബാധ്യത നോക്കിയിട്ട് ഒരു നിലയില്ലാതെ നിൽക്കുകയാണ്. പക്ഷെ സ്വന്തമായിട്ടൊരു വീടുണ്ടാവുക എന്ന് പറയുന്നത് ഏതൊരു കലാകാരന്റെ സ്വപ്നമാണ്. ഏത് കലാകാരൻ അല്ലേ? അത് സാധിച്ചു. അഹങ്കാരമുണ്ട്. ഒരിക്കലും ഇല്ല. മക്കള് മൂത്തവൻ ഇപ്പൊ +2 ആയി, മോള് 10ാം ക്ലാസ്സിലൊക്കെ ആവുന്നു. എന്താണ് പേര് മോന്റെ? മോന്റെ പേര് റോബിച്ചൻ, മോളുടെ പേര് റിൻസു, ഭാര്യയുടെ പേര് എൽസി. സന്തുഷ്ട കുടുംബം. ഈ യഥാർത്ഥത്തിൽ സ്വദേശം എവിടെയാണ്? യഥാർത്ഥത്തിൽ സ്വദേശം എറണാകുളം സിറ്റിയിലെ തന്നെ സരിത സവിത സംഗീത. അതാ 2 മക്കളെന്നല്ലേ പറഞ്ഞ? അല്ല, ഇത് തിയേറ്ററാ. സിനിമാ തിയേറ്റർ ഇരിക്കുന്ന സ്ഥലത്തായിരുന്നു എൻ്റെ ജനനം. അവിടെ നിന്ന് 69-ല് സ്ഥലം തിയേറ്ററിന് എടുത്ത് പോയിട്ട് ഞങ്ങൾ ലിസി ഹോസ്പിറ്റലിന്റെ ബാക്കിൽ വന്ന് താമസിച്ചു. അവിടെ നിന്ന് 15 കൊല്ലമായിട്ട് ഞാൻ ഇളവക്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ചെറിയ വീട് വെച്ച് താമസിച്ചു. അവിടെ ആ വീട് കിട്ടാൻ തന്നെ കാരണം ഞാൻ അവിടെ ഒരു അമ്പലത്തിൽ, ബാലഭദ്രാദേവി ക്ഷേത്രം എന്ന് പറയുന്ന ക്ഷേത്രത്തിലെ അമ്പലത്തിൽ ഉത്സവത്തിന് മിമിക്രിക്ക് പോയാണ് എനിക്ക് ആ വീട് കിട്ടാൻ കാരണം. അപ്പം ആ അമ്പലത്തിൽ തറയും ഞാൻ കൂടാൻ പണിത് കൊടുത്തു കഴിഞ്ഞ ദിവസം. തിലകൻ ചേട്ടനൊക്കെ വന്ന് ഭംഗിയായിട്ട് അത് ഉദ്ഘാടനം ചെയ്തു. അപ്പം എൻ്റെ വീടിൻ്റെ പണി തീരുന്നതോടൊപ്പം ഞാൻ ആ തറയും പണിത് കൊടുക്കാൻ നേരിട്ടുണ്ടായി. അതും ഭംഗിയായിട്ട് തീർത്തു കൊടുത്തു. അപ്പം അതുകൊണ്ട് ഞാൻ അതൊക്കെ അങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മളൊരു സഭയ്ക്ക് വേണ്ടി, ഏത് സഭയിലും നമ്മളെല്ലാം ഒന്ന് തന്നെ, വിശ്വാസം ഒന്ന് തന്നെ, വിശ്വാസമാണ് വലുത്, ദൈവത്തിന്റെ രൂപം. അപ്പൊ അതൊക്കെ ചെയ്തു കൊടുത്തതിന്റെ ഒരു ത്രില്ലിൽ, ഇങ്ങനെ മാനസിക ത്രില്ല്, ഇത്തിരി ബാധ്യതകളൊക്കെ ഉണ്ട്. അതൊക്കെ എങ്ങനെ ദൈവം, അതാണ് ഇത്ര സന്തോഷം, അമിതമായ സന്തോഷം. സത്യത്തിൽ ലോൺ അടക്കേണ്ട ദിവസം വരുമ്പോൾ ഞാനിരുന്ന് ആലോചിക്കും. അത് ഒരു ദിവസമല്ലേ ഉള്ളൂ, കുഴപ്പമില്ല. അപ്പോഴും ഞാൻ എടപ്പള്ളി പുള്ളിയാളിനെ ഗണവനൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് ചതിക്കരുത്, അടുത്ത ആഴ്ച ലോൺ അടക്കാനുള്ളതാണ്, ആ ആഴ്ച എന്തെങ്കിലുമൊക്കെ. എപ്പോഴും ഞാൻ ഉദ്ദേശിക്കാറുണ്ട് കേട്ടാ, നമ്മള് ഒരു എന്ത് സംഭവം ചെയ്താലും ഇങ്ങനെ പോകരുത്. അപ്പൊ ഇടക്ക് ബോറടിക്കൂല, കൊള്ളാം, കുഴപ്പമില്ല. പിന്നെ അവിടെ ചെന്നിട്ട് പിന്നെ ഇങ്ങനെ വരാലും കുഴപ്പമില്ല. അല്ല പോയത്, ഇത് ഒറ്റടിക്കാട് കേറിയിട്ട് പിന്നെ അവിടെ നിന്നുള്ളൊരു, അത് ഞാൻ പലരെയും പല സ്ഥലത്തും പല വ്യവസായത്തിലും എനിക്ക് കാണാൻ പറ്റും. അപ്പൊ അതൊക്കെ നമ്മളുടെ ചവിട്ടുപടിയാണ്. പുതിയ സംരംഭങ്ങളും പ്രോജക്റ്റുകളും എന്തൊക്കെയാണ്? ഞാൻ ആവശ്യമില്ലാത്തൊരു പണിക്ക് മുതിർന്നു നോക്കി. എന്ത് പറ്റി? ഞാനൊരു ആൽബം ഡയറക്റ്റ് ചെയ്തു, ഞാനൊരു സുഹൃത്തും കൂടെ. അമ്മയുടെ ദുഃഖം എന്നും പറഞ്ഞിട്ട് ഒരു 6 സാഡ് സോങ്സ്, ദുഃഖഗാനങ്ങൾ. അടിപൊളി പാട്ടല്ല, അടിപൊളി പാട്ടല്ല. അപ്പൊ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ജനങ്ങള് കോമഡി ആയിരിക്കും. ഞാൻ നേരെ ഓപ്പോസിറ്റാണ്. ഞാൻ ഒരു ഉദ്ഘാടനത്തിന് പോയാലും സ്റ്റേജിൽ ഇനാഗുറേഷനൊക്കെ പോയി കഴിഞ്ഞാൽ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് നമ്മളുടെ വായിൽ നിന്ന് കോമഡിയാണ്. പക്ഷെ എന്നെ അവർ കോമഡിക്ക് വേണ്ടിയല്ലേ വിളിക്കുന്നത്. ഞാൻ അവിടെ എല്ലാം പക്ക സീരിയസാണ്. നമ്മളുടെ ഉപജീവന മാർഗമാണ് കോമഡി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ആൽബം സീരിയസ് ആയ സബ്ജക്റ്റ് വെച്ച് ചെയ്തിരിക്കും. സീരിയസ് ആയ സബ്ജക്റ്റ്, നമ്മൾ വിഷാദ ഗാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാനും സൗദി അറേബ്യയിൽ ജോലിയുള്ള എൻ്റെ ഒരു സുഹൃത്ത് അഡ്വക്കേറ്റ് ബാലേന്ദ്രനും കൂടെ ഡയറക്റ്റ് ചെയ്തു. ഏതായാലും മാഷ് ഈ പോയ സമയത്ത് ഇത്തിരി സമയം കിട്ടി നമ്മുടെ സുകുമാരൻ വന്ന് ഇത്രയും, അതെ നമുക്ക് അല്പസമയം കുടുംബചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ അറിയാൻ കഴിച്ചു. വളരെ സന്തോഷം. ഇനി എപ്പോഴെങ്കിലും ഒക്കെ ഇതുവഴി പോകുമ്പോൾ ഈ സുകുമാര വിലാസത്തിലൊന്ന് വരണം. അതെ, ഒരു ചായയൊക്കെ കുടിച്ചിട്ടേ പോകാവൂ. തീർച്ചയായിട്ടും കാണാം. അതുപോലെ തന്നെ ഈ തൊഴിൽ മാറ്റിയിട്ട് അധ്വാനിച്ച് ജീവിക്കാനുള്ള എന്തായാലും അല്ലേ? ഇല്ലല്ലേ, അപ്പൊ ജമ്മത്ത് തന്നാവൂല. ഞാൻ പറഞ്ഞു ഇവിടെ ചായ അടിക്കാൻ നിൽക്കാം, കേക്കണ്ടേ? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് നിർത്താമെങ്കിൽ ഞാൻ ഇത് നിർത്താം. ഇത് നിർത്തിയതാണല്ലോ. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ബാലയെ കുറിച്ച് ഓർമ്മ വരും, ഞാൻ അടുത്തങ്ങ് വെക്കും. പഴയ കടൽ അതിന്റെ ഗത അത്. പ്രോപ്പർട്ടി. ഏതായാലും
വളരെ സന്തോഷം. വളരെ സന്തോഷം. എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും ഉണ്ടാവും. അയ്യോ ദൈവം അനുഗ്രഹിക്കും. അതെ ദൈവനീതിക്ക് നിങ്ങളുടെ കട ഇനി നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ. അത് നടക്കും തോന്നണില്ല. യവൻ പോണം ഇവിടെ. അതെ ആണോ? അപ്പൊ താങ്ക് യു. അപ്പൊ വളരെ സന്തോഷം. എല്ലാവർക്കും കൂടെ ഒന്നും കൂടെ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. നമസ്കാരം. ശരി. വീട്ടിലെല്ലാവരോടും അന്വേഷണം പറയണം. തീർച്ചയായിട്ടും പറഞ്ഞേക്കാം. പറ്റുമെങ്കിൽ ഞാൻ ഇവരുടെ ടെലിഫോണിൽ വിളിച്ചോളാം. ഓക്കെ ഓക്കെ. അയ്യോ എന്തൊരു നല്ല മനുഷ്യൻ, എന്തൊരു നല്ല മനുഷ്യൻ. നാടകത്തിൽ നിന്ന് വന്ന് സിനിമ കയറി ഭയങ്കര തിരക്കായി. ഇതാ 3 കൊല്ലം വീടും വെച്ച് സന്തോഷം, സന്തുഷ്ട കുടുംബം. നാടകത്തിൽ നിന്ന് ഒരുപാട് പേര് സിനിമയിലെത്തിയിട്ടുണ്ട്. രാജൻ പി ദേവ്, എൻ പിള്ള, തിലകൻ സാറ്, വർഗീസ്, മച്ചാൻ വർഗീസ്, ഇവരൊക്കെ നാടകത്തിൽ നിന്ന് സിനിമയിലെത്തിയവരാണ്. എന്നെ പറഞ്ഞ അവരൊക്കെ ഒരു നിലയിലുമായി. നിങ്ങൾ ഇങ്ങനെ നാടകം കളിച്ചിട്ട്. ഞാൻ എവിടെ നിന്നാണ് വന്നത്? ഞാൻ ബാലേന്നാണ് വന്നത്. ബാലേന്ന് ഒരിക്കലും ഒരാൾ സിനിമയിൽ എത്തിയിട്ടില്ല. അത് മനസ്സിലാക്കുന്നു. ഞാൻ അത് മാത്രമല്ല, എനിക്ക് സിനിമ അഭിനയിക്കണമെന്നുണ്ട്. ഞാൻ ഈ പറ്റും കടവും കടത്തിന്റെ എല്ലാം കൂടെ കണക്ക് കൂട്ടിയിട്ട് ഞാൻ ഇപ്പൊ സിനിമയ്ക്ക് പോവാ. സിനിമ കാണാനല്ല, അഭിനയിക്കാൻ. നീ മിണ്ടായി. പക്ഷെ ഒരു സന്തോഷമുള്ളതെന്ന് പറഞ്ഞാൽ ഒന്നും ആയില്ലെങ്കിലും ഇവരൊക്കെ നമ്മൾ ഇവിടെ വരുന്നുണ്ട്. അതാണ് എന്നെ സംബന്ധിച്ചോളം. ഈ സുകുമാര വിലാസത്തിൽ വരിക, അവരെ ആദരിക്കുക, സ്നേഹിക്കുക എന്നുള്ളതാണ് എന്റെ ഒരു രീതി. ഓ ആയിക്കോട്ടെ. ഏത്തപ്പഴത്തിന്റെ മേളിൽ ഇരുന്നാണോ പോന്നെ? അല്ല, അത് അകത്താക്കി പോവാന്നൊരു കൊലയോടുകൂടി ഇപ്പൊ തന്നെ 300 രൂപയുടെ പറ്റായി. ആര് പറ്റി? ഇനി പഴത്തൊലി പോലും ഇവിടെ എടുത്തോണ്ട് പോകാൻ. ആരാ പറ്റിയത്? ആര് പറ്റിയെന്നാ? മണിയാ, ഞാനും മണിയനും കൂടെ ഇല്ലാത്ത കാശ് കൊടുത്ത് പുട്ടും പുഴുങ്ങി വെച്ച് ദോശയും മുട്ട അവിടെ വെയ്. ഇതെല്ലാം കൂടെ ഞങ്ങള് പരസ്പരം തിന്ന് പറ്റി ഇവിടെ എഴുതി വെച്ച്. ഞങ്ങള് പറ്റി. നിങ്ങള് പറ്റിയെന്ന് പറഞ്ഞതേ ഉള്ളൂ. എല്ലാം അവിടെ വെച്ചാ ഞാനങ്ങോട്ട് അതൊക്കെ അവിടെ വെയ്. പോ പറയുമ്പോൾ ഇത് ബന്ധാണല്ലോ. ഇന്ന് ട്രെയിൻ ഇല്ല. ഞാൻ മറ്റേ വർഗീസിന്റെ അദ്ദേഹത്തിനോട് അങ്ങ് പോവാം. എന്നിട്ട് വേണം അങ്ങനെ ശത്രുവാകാം. പോ. ഓടിപ്പോ.